നിയമസഭയുടെ ചരിത്രത്തിൽ അപൂർവമായുണ്ടായ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കും നാടകീയമായ വാഗ്വാദങ്ങൾക്കും സാക്ഷ്യം വഹിച്ചാണ് സഭാ സമ്മേളനം പുനരാരംഭിച്ചത്. ഒരു ഇടവേളയ്ക്ക് ശേഷം ജനപ്രതിനിധികൾ സഭയിൽ ഒത്തുകൂടിയപ്പോൾ സംസ്ഥാനം ഉറ്റുനോക്കിയ ഗൗരവകരമായ പല വിഷയങ്ങളും ചർച്ചയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ശബരിമലയിലെ വിവാദമായ സ്വർണ്ണക്കൊള്ളക്കേസ് സഭയെ അക്ഷരാർത്ഥത്തിൽ സ്തംഭനത്തിന്റെ വക്കിലെത്തിച്ചു. പ്രതിപക്ഷം ഉന്നയിച്ച അതിശക്തമായ പ്രതിഷേധവും അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ ഭരണപക്ഷം സ്വീകരിച്ച തന്ത്രങ്ങളും നിയമസഭയെ ഒരു യുദ്ധകളത്തിന് സമാനമാക്കി മാറ്റി. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ അഭാവം സഭയിൽ പ്രകടമായെങ്കിലും ഡെപ്യൂട്ടി ലീഡർ കെ ബാബുവിന്റെ നേതൃത്വത്തിൽ UDF അംഗങ്ങൾ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ കിണഞ്ഞു പരിശ്രമിച്ചു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം വെറും പ്രഹസനമാണെന്ന കടന്നാക്രമണത്തോടെയാണ് കെ ബാബു തന്റെ പ്രസംഗം ആരംഭിച്ചത്. കേസിലെ ഗൗരവകരമായ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടുവെന്നും പ്രധാന പ്രതികൾ ഓരോരുത്തരായി നിയമത്തിന്റെ പിടിയിൽ നിന്ന് വഴുതി പോകുന്നത് പോലീസിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും വീഴ്ചയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഈ കേസിൽ ജയിലിലായിരുന്ന പ്രധാന പ്രതികളെല്ലാം അനായാസം പുറത്തിറങ്ങിയത് അന്വേഷണ സംഘത്തിന്റെ ഒത്തുകളിയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം. ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്ത നടപടി ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും മേലുള്ള കടന്നുകയറ്റമാണെന്നും പ്രതിപക്ഷം വാദിച്ചു. കൃത്യമായ തെളിവുകളില്ലാതെയാണ് തന്ത്രിയെ കേസിൽ പ്രതിയാക്കിയതെന്നും സർക്കാരിന്റെ ചില നിഗൂഢ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്തതിനാലാണ് അദ്ദേഹത്തെ ക്രൂശിക്കുന്നതെന്നും അവർ ആരോപിച്ചു. ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ സഭയിൽ മുഴങ്ങിക്കേട്ടു. പ്രതിപക്ഷത്തിന്റെ ഈ ആക്രമണത്തെ ഭരണപക്ഷം തികഞ്ഞ കരുതലോടെയാണ് നേരിട്ടത്. സർക്കാരിന് വേണ്ടി രംഗത്തെത്തിയ മന്ത്രിമാരായ പി രാജീവും MP രാജേഷും പ്രതിപക്ഷ ആരോപണങ്ങളുടെ മുനയൊടിക്കാൻ ശ്രമിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് അന്വേഷിക്കുന്നത് എന്ന വസ്തുത പി രാജീവ് സഭയെ ഓർമ്മിപ്പിച്ചു. ഈ അന്വേഷണത്തിൽ സർക്കാരിന് പ്രത്യേകമായി ഇടപെടാൻ അധികാരമില്ലെന്നും റിപ്പോർട്ടുകൾ നേരിട്ട് കോടതിക്കാണ് സമർപ്പിക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രതിപക്ഷം ഉയർത്തുന്ന വിമർശനങ്ങൾ യഥാർത്ഥത്തിൽ കോടതിക്ക് നേരെയാണെന്നും അത് നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. കോൺഗ്രസ് സ്വീകരിക്കുന്ന ഈ മൃദു ഹിന്ദുത്വ നിലപാട് BJPക്ക് സംസ്ഥാനത്ത് രാഷ്ട്രീയ ഇടം ഒരുക്കി കൊടുക്കാനാണെന്ന രാഷ്ട്രീയ പരിഹാസവും അദ്ദേഹം ഉന്നയിച്ചു. മന്ത്രി MP രാജേഷ് കുറച്ചുകൂടി കടുത്ത ഭാഷയിലാണ് പ്രതിപക്ഷത്തെ നേരിട്ടത്. നിയമത്തിന് മുന്നിൽ തന്ത്രിയെന്നോ സാധാരണക്കാരനെന്നോ വ്യത്യാസമില്ലെന്നും അത് തെറ്റ് ചെയ്താൽ ആരായാലും ശിക്ഷിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. തന്ത്രിക്ക് പ്രത്യേകമായ നിയമപരിരക്ഷകളൊന്നുമില്ല. കോൺഗ്രസും BJPയും തന്ത്രിയുടെ വക്കാലത്തേറ്റെടുത്ത് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും ഇതൊരു രാഷ്ട്രീയ ഉപജാപം മാത്രമാണെന്നും അദ്ദേഹം ആഞ്ഞടിച്ചു. ഭക്തിയെയും വിശ്വാസത്തെയും മറിയാക്കി അഴിമതിക്കാരെ സംരക്ഷിക്കാനുള്ള നീക്കം അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടാണ് ഭരണപക്ഷം സ്വീകരിച്ചത്. ശബരിമലയിലെ പവിത്രത കാത്തുസൂക്ഷിക്കാൻ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണെന്ന് അവർ വാദിച്ചു. ബഹളവും മുദ്രാവാക്യ വിളികളും തുടരുന്നതിനിടയിലും സഭാ നടപടികൾ മുടങ്ങാതിരിക്കാൻ സ്പീക്കർ പരമാവധി ശ്രമിച്ചു. ചോദ്യോത്തര വേളയുമായി മുന്നോട്ട് പോയ സ്പീക്കറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലിറങ്ങി. എന്നാൽ സർക്കാരും പ്രതിരോധം കടുപ്പിച്ചു. കേവലം വാക്കുകൾക്ക് പകരം ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടിയായിരുന്നു ഭരണപക്ഷത്തിന്റെ മറുപടി. മുൻപ് സോണിയാഗാന്ധിയും ശബരിമല മുൻ തന്ത്രി കണ്ഠരരും മോഹനരും ഒന്നിച്ചുള്ള പഴയ ചിത്രങ്ങൾ പോസ്റ്ററുകളായി ഉയർത്തിക്കാട്ടി പ്രതിപക്ഷത്തിന്റെ ഇരട്ടത്താപ്പ് ഭരണപക്ഷം തുറന്നുകാട്ടി. തന്ത്രിയുമായുള്ള കോൺഗ്രസ് ബന്ധം വർഷങ്ങൾ പഴക്കമുള്ളതാണെന്നും അതുകൊണ്ടാണ് അവർ അഴിമതിയെ ന്യായീകരിക്കുന്നതെന്നും ഭരണപക്ഷങ്ങൾ അംഗങ്ങൾ ആരോപിച്ചു. ഈ അനാവശ്യമായ ബഹളങ്ങൾ സഭയുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തുകയാണെന്ന് സ്പീക്കർ പലതവണ ഓർമ്മിപ്പിച്ചു. എന്നാൽ ചർച്ചകൾക്ക് വഴങ്ങാൻ ഇരുപക്ഷവും തയ്യാറായിരുന്നില്ല. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ അസംബന്ധമാണെന്ന് ആരോപിച്ച ഭരണപക്ഷവും രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷവും നേർക്കുനേർ നിന്നതോടെ സഭയിൽ ക്രിയാത്മകമായ സംവാദങ്ങൾ അസാധ്യമായി. അവസാനം നടപടികളുമായി സഹകരിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോയി. പുറത്തെത്തിയ കെ ബാബുവും മറ്റംഗങ്ങളും മാധ്യമങ്ങളോട് സർക്കാരിന്റെ ഏകാധിപത്യപരമായ സമീപനത്തെ രൂക്ഷമായി വിമർശിച്ചു. കേസ് അട്ടിമറിക്കാനുള്ള നീക്കം ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യുമെന്നും അവർ വ്യക്തമാക്കി. തുടർച്ചയായ പ്രതിഷേധങ്ങളുടെയും സഭാ സ്പന്ദനത്തിന്റെയും പശ്ചാത്തലത്തിൽ നിയമസഭാ സമ്മേളനം നിശ്ചയിച്ചതിലും നേരത്തെ അവസാനിപ്പിക്കാനാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത്. നാളെ സഭ പിരിയാൻ കാര്യോപദേശ സമിതി തീരുമാനമെടുത്തു.
സഭയിൽ അവതരിപ്പിക്കാനിരുന്ന സുപ്രധാനമായ 9ഓളം ബില്ലുകൾ ചർച്ച കൂടാതെ പാസാക്കാനാണ് തീരുമാനം. ധനവിനിയോഗ ബില്ലും നേറ്റിവിറ്റി കാർഡ് ബില്ലും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നിയമനിർമ്മാണങ്ങൾ ഇത്തരത്തിൽ ചർച്ച ചെയ്യാതെ പാസാക്കുന്നത് ജനാധിപത്യപരമായ നടപടിക്രമങ്ങളിൽ പോരായ്മയാണെന്ന വിമർശനം ഇതോടെ ഉയരുന്നുണ്ട്. ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ടുന്ന വേദി ഇത്തരത്തിൽ രാഷ്ട്രീയ പോരാട്ടത്തിന് മാത്രമായി ഉപയോഗിക്കുന്നത് ശരിയല്ലെന്ന നിലപാടിലാണ് ഒരു വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകർ. ശബരിമലയിലെ സ്വർണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വരും ദിവസങ്ങളിൽ സഭയ്ക്ക് പുറത്ത് വലിയ തോതിലുള്ള സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും കാരണമാകുമെന്നത് ഉറപ്പാണ്. നിയമസഭയ്ക്കുള്ളിലെ പോരാട്ടം തെരുവുകളിലേക്ക് പടരാൻ സാധ്യതയുണ്ട്. ഇതിനോടകം തന്നെ വിവിധ ഹൈന്ദവ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയിട്ടുണ്ട്. സർക്കാരിന്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് BJPയും ആവർത്തിക്കുന്നു. അതേസമയം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം തടസ്സപ്പെടുത്താൻ ആരെയും അനുവദിക്കില്ലെന്ന് CPMഉം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സഭ നാളെ പിരിയുന്നതോടെ ഈ സമ്മേളനകാലം അവസാനിക്കുമെങ്കിലും സഭയിൽ ഉയർന്നു വന്ന ആരോപണങ്ങളും വിവാദങ്ങളും രാഷ്ട്രീയ കേരളത്തിൽ വലിയ അലയൊഴികൾ സൃഷ്ടിക്കുകയും ചെയ്യും. അഴിമതിയും വിശ്വാസവും ഒരുപോലെ കലർന്ന ഈ കേസ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലും രാഷ്ട്രീയ ചർച്ചകളിലും പ്രധാന പങ്ക് വഹിക്കും. നിയമസഭയിൽ നടന്ന നാടകീയ രംഗങ്ങൾ കേവലം ഒരു ദിവസത്തെ സംഭവമല്ല, മറിച്ച് കേരള രാഷ്ട്രീയത്തിലെ മാറുന്ന സമവാക്യങ്ങളുടെയും സഖ്യങ്ങളുടെയും സൂചന കൂടിയാണ്. ഒരു വശത്ത് അഴിമതിക്കെതിരായ പോരാട്ടമെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോൾ മറുവശത്ത് വിശ്വാസ സംരക്ഷണം എന്ന പടച്ചട്ടയണിഞ്ഞ് പ്രതിപക്ഷം സർക്കാരിനെ നേരിടുന്നു. വരും ദിവസങ്ങളിൽ ഈ രാഷ്ട്രീയ പോരാട്ടം എങ്ങോട്ട് നീങ്ങുമെന്ന് കേരളം ഉറ്റുനോക്കുന്നു.